guys, in the channel like swagatham. If you first time in the video watch cheyunengil subscribe button hit cheyuga and nammade bell icon press cheyuga so that njan eppozhengilum video upload cheyyumbol ningalku notification varum. Ningalku ende kuda connect cheyanengil ningal Instagram la connect cheyuga. My Instagram handle vannittu BlushPout aanu. The makeup look vannittu Onam special makeup look aanu. Idana ee makeup look just soft and beautiful fresh skin and eyes ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല ഇത് ജസ്റ്റ് ഡ്രഗ് സ്റ്റോർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതാണ് ബിഗിനേഴ്സിനെ കൂടെ ഈ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കി നിങ്ങൾ ഈ ഓണ ദിവസം നമ്മൾക്ക് അത്ര സമയമൊന്നും ഉണ്ടാവില്ല രാവിലെ എണീറ്റ് പൂക്കളൊക്കെ ഇട്ടിട്ട് ഒത്തിരി പണികളായിരിക്കും പിന്നെ ഈ ആഹാര സദ്യവട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു നേരമാകും സോ അത്ര ടൈം ഒന്നും നമ്മൾ എടുത്തിട്ട് ഈ മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് ഇരിക്കാൻ പറ്റില്ല സോ ഇതൊരു സിമ്പിൾ ലുക്കാണ് മേ ബി വീഡിയോ വലുതായിരിക്കാം ജസ്റ്റ് ബിക്കോസ് ഞാൻ ഒരു പ്രോസസ്സും ഒരു സ്റ്റെപ്പും നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലാസ്റ്റ് വരയ്ക്കും നോക്കുക എൻ്റെ ടിപ്സും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് പ്രോഡക്റ്റ് വേണം യൂസ് ചെയ്യാം അതിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡൊക്കെ വന്നിട്ട് എങ്ങനത്തെ ഷെയ്ഡാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആ ലുക്ക് അങ്ങനെ റിക്രിയേറ്റ് ചെയ്യാം പിന്നെ പ്രോഡക്റ്റ് ഷെയ്ഡ് എന്തെങ്കിലും ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക എന്നുവെച്ചാൽ അവിടെ ഞാൻ എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് For getting into the video, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണ ആശംസകൾ ആൻഡ് നിങ്ങൾക്ക് ഈ ജ്വല്ലറി പിന്നെ ഈ സാരി ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഗൈസ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയെങ്കിൽ അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ് ബിക്കോസ് ഞാൻ ഇവിടെ ചെന്നൈയിലാണ് പഠിച്ചു വളർന്നതൊക്കെ പക്ഷെ ഞാൻ വീട്ടിൽ മലയാളം സംസാരിക്കൂ ഒത്തിരി എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല എല്ലാം ഇംഗ്ലീഷും മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക സോ അതുകൊണ്ടാണ് ഇത്രയും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക ഇൻട്രൊഡക്ഷൻ വളരെ കൂടിപ്പോയി എന്നാണ് തോന്നുന്നത് സോ ലെറ്റ്സ് സ്ട്രേറ്റ് അവേ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറിന് വേണ്ടി ഞാൻ CAL ലോസ് ഏഞ്ചലസ് പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പോർ കറക്റ്റർ സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ് എങ്ങനത്തെ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഈ പോർസ് ഒക്കെ വിസിബിൾ ആയിട്ടുണ്ടാവുമല്ലോ ഇങ്ങനത്തെ പോർ കറക്റ്റർ കൈൻഡ് ഓഫ് പ്രൈമർ ഓർ സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഈ പോർസ് ഒക്കെ സ്മൂതൻ ഔട്ട് ആവും സോ അതിന് വേണ്ടി ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ് എവിടെ എനിക്ക് പോർസ് ഉള്ളതോ അവിടെയൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും പ്രൈമർ ഇട്ടതിന് ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷന് വേണ്ടി ഞാൻ ഇവിടെ Maybelline സൂപ്പർ സ്റ്റേ 24 ഹവർ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഷെയ്ഡ് വന്ന് 310 സൺ ബേജ് ആണ് ഇപ്പോൾ ഈ ഷെയ്ഡ് ഒത്തിരി ലൈറ്റായിട്ട് അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ പക്ഷേ റിയൽ ലൈഫിൽ ഇത് അറ്റ്ലീസ്റ്റ് 1 ഷെയ്ഡ് ഓക്സിഡൈസ് ആവുന്ന ഫൗണ്ടേഷൻ ആണ് സോ അത് കാരണമാണ് ഞാൻ ലൈറ്റ് കളേർഡ് 1 ഷെയ്ഡ് ലൈറ്റർ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വാം ഹണിയാണ് തോന്നുന്നു പക്ഷേ ആ ഷെയ്ഡ് എനിക്ക് സെറ്റ് ആവത്തില്ല അത് ഇനിയും കൂടി ഭയങ്കര ഓക്സിഡൈസ് ആയിട്ട് ഡാർക്ക് ആയിട്ട് ഉള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇതായി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ മാറ്റ് ഫോമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഡൂയി ഫോമിലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം പക്ഷെ ഞാൻ മാറ്റ് ഫോമില യൂസ് ചെയ്ത കാരണം എനിക്ക് പ്രിറ്റി മാറ്റായിട്ടായിരിക്കും ഫോർ ലോങ് ടൈം അതുകൊണ്ട് ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ച് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്ന കൺസീലർ ആണ് കൺസീലറിന് വേണ്ടി ഞാൻ ലോറിയൽ ട്രൂ മാച്ച് കൺസീലർ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഷെയ്ഡ് വന്ന് ഗോൾഡൻ ബേജ് ആണ് ഇത് ആക്ച്വലി എൻ്റെ സ്കിൻ മാച്ചിങ് ഷെയ്ഡ് അല്ല ഹൈലൈറ്റിംഗ് കൈൻഡ് ഓഫ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റിംഗ് കൺസീലർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡിൻ്റെ 2 ഷെയ്ഡ്സ് ചില പേര് 3 ഷെയ്ഡ്സ് കൂടെ ലൈറ്ററായിട്ട് യൂസ് ചെയ്യും ജസ്റ്റ് ടു ഈ നമ്മുടെ ഹൈ പോയിന്റ്സിനൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് കാണിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത് സോ ഞാൻ എൻ്റെ ഷെയ്ഡ് കാട്ടുമ്പോൾ ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കളർ കറക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സെയിം ടോൺ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റിംഗ് കൺസീലർ അതിന് പുറകെ യൂസ് ചെയ്യണം പക്ഷേ
എനിക്ക് വന്നിട്ട് ഒത്തിരി ഡാർക്ക് സർക്കിൾസ് ഇല്ല താങ്ക്ഫുള്ളി. സോ ഞാൻ ജസ്റ്റ് മിനിമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ഈ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഒത്തിരി പ്രോഡക്റ്റ് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഈ കവറേജിന് വേണ്ടി മാത്രമാണ് അതിന് അനുസരിച്ച് പ്രോഡക്റ്റ് എടുക്കുന്നത്. മിക്കവാറും ഞാൻ ഇതിൽ ഡ്രഗ് സ്റ്റോർ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഹൈലി ആക്സസിബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്സിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രാൻഡ്സ് ആണ്. കോസ്റ്റ്ലി അല്ല, പക്ഷെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ലൈറ്റ് കൺസീലർ യൂസ് ചെയ്യാം, ആസ് ഐ ഓൾറെഡി ടോൾഡ് യു. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഐബ്രൗസ് ആണ്. ബ്രൗസിന് വേണ്ടി ഞാൻ ഷുഗർ ബ്രൗ ആർക്കൈവൽ ബ്രൗ പെൻസിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു ആംഗിൾഡ് ബ്രൗ പെൻസിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ ഐബ്രോസ് ഫിൽ ചെയ്യാം. ഞാൻ എൻ്റെ ഐബ്രോസ് നാച്ചുറൽ ആയിട്ട് ഫിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയ്ഡോ എന്തെങ്കിലും കാണുന്നെങ്കിൽ ലൈക്ക് ഐബ്രോസിൻ്റെ താഴെ അതിൻ്റെ ഹെയർ ഗ്രോത്ത് ആണ്. ഞാൻ എൻ്റെ ഐബ്രോസ് ഗ്രോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രൂം ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഷെയ്ഡ് കണ്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്യൂ. ഞാൻ ആ ന്യൂലി ഗ്രോൺ ഹെയർ ആണ് ആ ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. സോ എൻ്റെ ഐബ്രോസിന് നാച്ചുറൽ ആയിട്ട് ഫിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഷെയ്ഡ് ഒന്ന് ടോപ്പ് ടോം ആണ്. സോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഐ മേക്കപ്പിനെ കിടക്കാം. ഞാൻ ഈ ഐസ് ഡെമോനെ കാണിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഐ മേക്കപ്പിലെ ബ്ലാങ്ക് ക്യാൻവാസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസീലർ ഇട്ടിരിക്കുന്നത് എൻ്റെ ടോപ്പ് ലിഡിൽ. സോ നമ്മളിപ്പോൾ കുറച്ച് നേരം കൺസീലർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാണ്ട് ഈ ക്രീസസ് വരുമല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും ക്രീസസ് കണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബ്ലെൻഡ് ചെയ്യണം. അതിന് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രോഡക്റ്റ് വന്ന് ക്രീസ് കളർ. ഞാൻ ബ്രോൺസർ എടുക്കുകയാണ്. ഇത് ലാക്മേ അബ്സല്യൂട്ട് ബ്രോൺസർ ആണ്, സൺകിസ് ബ്രോൺസർ ആണ്. എൻ്റെ ക്രീസ് കളർ വന്ന് ഒരു പീച്ച് ബ്രോൺസി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രോൺസർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമിലർ ഷെയ്ഡ്സ് ഏത് പാലറ്റിലുണ്ടെങ്കിലും യൂസ് ചെയ്യാം. സോ ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർ കോർണറിൽ ഇത്തിരി സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ യൂസ് ചെയ്യാമെന്ന്. ഐ ഷാഡോ ഞാൻ റെവല്യൂഷൻ പ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഓർ പാലറ്റിൻ്റെ പേര് വന്ന് ട്രെൻഡ്സ് അസ്യൂർ ആണ്. ട്രെൻഡ്സ് അസ്യൂർന്ന് ഞാൻ ഈ ഷെയ്ഡ് ഹിയർ വി ഗോ ഒരു നല്ല ബ്രൗൺ ഷെയ്ഡാണ്. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഔട്ടർ കോർണർ ഇൻറ്റൻസിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സ്മോക്കി എഫക്റ്റ് കിട്ടുന്നത് കണ്ടോ, അതിന് വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ലിഡ് ഷെയ്ഡാണ്. ഞാൻ അതേ പാലറ്റിൽ നിന്ന് ഈ ബ്രോൺസി ഗോൾഡ് ഷെയ്ഡ് എടുക്കാൻ പോകുന്നത്. ഈ നെയിം വന്നിട്ട് എലിമെൻ്റ് ആണ് ഈ ഷെയ്ഡിൻ്റെ. സോ ഞാൻ എൻ്റെ ഫിംഗറിൽ എടുത്തിട്ട് ഇത് ഫസ്റ്റ് ഇന്നർ കോർണറിൽ നിന്ന് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ലിഡിന് ഫുള്ളായിട്ട് ഇത് മേളിൽ എങ്ങനെ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതിനെ ഇത്തിരി കൂടെ ഇന്റൻസിഫൈ ചെയ്യാനാണ്. എന്നുവെച്ചാൽ ഓണമാണ്, ഫെസ്റ്റിവൽ ആണ്. സോ ഫെസ്റ്റിവൽ ഐസ് പറഞ്ഞ ഷിമറി ഗ്ലിറ്ററി ഐസ് ആണ് എൻ്റെ ഇൻസ്പിറേഷൻ എപ്പോഴും. സോ ഞാൻ അതുകൊണ്ട് ഈ സ്വിസ് ബ്യൂട്ടി ലിക്വിഡ് ഐ ഷാഡോ യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് സിമിലർ ടു സ്റ്റില്ല ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഡ്യൂപ്പാണ്. ജസ്റ്റ് വെരി അഫോർഡബിൾ പ്രൊഡക്റ്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അമേസോണിലോ അല്ലെങ്കിൽ നൈക്കയിലും കിട്ടും. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ലൈനർ ആണ്. ഫോർ ലൈനർ ഞാൻ എൻ്റെ ട്രസ്റ്റി ലാക്മേ ഇൻസ്റ്റ ലൈനർ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ലിക്വിഡ് ലൈനറും യൂസ് ചെയ്യാം. സോ യൂസിങ് ദ സെയിം ബ്രഷ് ഞാനൊരു സ്ലൈറ്റ് വിങ്ഡ് ലൈനറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ലൈനർ ഇന്നർ കോർണറിൽ ഇത്തിരി നീട്ടിയിരിക്കുകയാണ്, ജസ്റ്റ് ടു ഗിവ് മൈ ഐസ് ഈ നല്ല എലോങ്കേറ്റഡ് ലുക്കിന് വേണ്ടി. നെക്സ്റ്റ് നമ്മുടെ കാജലാണ്. നമ്മൾ ഏത് കാജലും യൂസ് ചെയ്യാം. ഞാൻ നൈക്ക ഐം ബ്ലാക്ക് കാജലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒപ്പീനിയനിൽ ഇതൊരു ബ്ലാക്കസ്റ്റ് കാജലാണ് ഞാൻ കണ്ടുകൊടുത്ത്. എൻ്റെ വാട്ടർ ലൈനിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സെയിം ബ്രോൺസറും ഈ ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്തില്ലേ ഇവിടെ, അതേ ഷെയ്ഡ് രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലോവർ വാട്ടർ ലൈനിൽ സ്മോക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നു. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കേർലിംഗ് ആണ്. ഐലാഷ് കളർ ഞാൻ യൂസ് ചെയ്യുന്ന വന്ന മിനിസോ ഇന്ത്യ എന്നാണ്. ഐലാഷ് കേൾ ചെയ്താൽ നമുക്ക് ഈ മസ്കാര ഇടുമ്പോൾ ഫോൾസീസിന് ആവശ്യം വരത്തില്ല. അല്ലെങ്കിൽ ഈ മസ്കാര ഇടുമ്പോൾ നമ്മുടെ ഐലാഷ് ഒത്തിരി കേളായി കാണുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കേർലർ മസ്കാരയുടെ മുമ്പേ യൂസ് ചെയ്തത്.
നെക്സ്റ്റ് നമുക്ക് ഫേസ് മേക്കപ്പിനെ കിടക്കാം. ഫേസ് മേക്കപ്പിന് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോൺസർ ആണ്. ഞാൻ സെയിം ലാക്മി അബ്സല്യൂട്ട് ബ്രോൺസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോൺസർ ഇട്ട് കഴിഞ്ഞു ഞാൻ മോസ്റ്റ്ലി എൻ്റെ ചീക്ക് ഹോളോസ് ഓഫ് മൈ ചീക്കിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും കുറച്ച് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്ത്, കുറച്ച് ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിമൈനിങ് ബ്രഷിലിരിക്കുന്ന ബാക്കിയുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഈ നോസിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതത് തന്നെ എവിടെയും ബ്രോൺസർ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഓവർലി ബ്രോൺസ് ലുക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. എൻ്റെ ഓവർലി ബ്രോൺസ് ലുക്ക് നമ്മുടെ കേരള സാരിക്ക് അത്ര ഏറത്തില്ല. സോ എത്രത്തോളം നിങ്ങളുടെ സ്കിന്ന് നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നു അത്ര ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക് ഉണ്ടാവും കസവ് സാരി വെയർ ചെയ്യുമ്പോൾ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്ന് നമ്മുടെ ബ്ലഷ് ആണ്. ഞാനിപ്പോൾ ഒത്തിരി ബ്ലഷ് യൂസ് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു ടച്ച് എടുത്ത് 2 ചീക്സിലും യൂസ് ചെയ്യാൻ പോകുന്നു. സോ ബ്ലഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മിസ് ക്ലിയർ ബ്ലഷറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 34 ആണ്. ഇറ്റ്സ് എ പീച്ചിഷ് പിങ്ക് ഷെയ്ഡ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹൈലൈറ്റർ ആണ്. ഞാനിവിടെ വളരെ നാച്ചുറൽ ഹൈലൈറ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൊഡക്റ്റിൽ നോക്കിയാൽ എൻ്റെ ഉള്ള എല്ലാ ഹൈലൈറ്ററും ബ്ലൈൻഡിങ് ഹൈലൈറ്റർ ആണ്. സോ നാച്ചുറലായിട്ട് ഇടാൻ ഞാൻ ജസ്റ്റ് ഈ മേബിലിൻ ന്യൂഡ്സിൻ്റെ ഒരു ഐ ഷാഡോ ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മേബിലിൻ ന്യൂഡ്സ് പാലറ്റിൽ ഈ ബ്ലാക്കിൻ്റെ അടുത്തുള്ള ഐ ഷാഡോ ഷെയ്ഡ്. എന്തുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു പേർലി ഗ്ലോ ഉണ്ട്, അതേപോലെ ഇത് ഗോൾഡൻ അണ്ടർടോൺസ് ഉണ്ട് ഇതിന്. സോ നമ്മുടെ ഹൈലൈറ്റ്സ് വന്നിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ആയിട്ട് കാണിക്കും. ഫോട്ടോഗ്രാഫ് സൂപ്പറായിട്ട് ചെയ്യും. സോ അതിനു വേണ്ടി എൻ്റെ ഫിംഗർ ടിപ്സിൽ ലൈറ്റായിട്ട് ഈ ഹൈലൈറ്റർ എടുത്തിട്ട് എൻ്റെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ഈ ടിപ്പ് ഓഫ് ദ നോസിലും മാത്രമേ ഇടൂ. So as you can see, in natural soft kind of highlighter തരുന്നു. സോ എൻ്റെ ചീക്ക് ബോൺസിന് വേണ്ടി ഞാൻ ഈ ഫാൻ ബ്രഷ് എടുത്തിട്ട് ഈ ഹൈലൈറ്റർ തന്നെ യൂസ് ചെയ്യാൻ പോകുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലിപ്സ് ആണ്. സോ നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ നമ്മുടെ ഐസ് ഒക്കെ ഒരു ഡ്രമാറ്റിക് ഐസ് ആണല്ലോ. സോ ലിപ്സ് വന്ന് ഇത്തിരി ന്യൂഡായിട്ട് വെക്കാന്ന് എൻ്റെ പ്ലാന്. സോ ന്യൂഡ് ആൻഡ് ഗ്ലോസി ലിപ്സ് ആണ് എൻ്റെ പ്ലാന്. സോ അതിനു വേണ്ടി ഇതൊന്ന് ലോറിയൽ റൂജ് മാജിക് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ് ഷെയ്ഡാണ്. അതിൻ്റെ ഈ ഷെയ്ഡ് വന്ന് നമ്പർ 114 റെപ്രസെൻ്റ് ആണ്. അത് പിങ്കിഷ് റെഡിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡ്, വെരി ബ്രൈറ്റ് ഷെയ്ഡാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ഇതൊന്ന് നമ്മുടെ ലിപ്സിലെ ടിൻറ്റ് പോലെ ഒരു അപ്ലൈ ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഇതൊരു പിങ്കിഷ് ടിൻറ്റ് തന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലിപ്സിന്. നെക്സ്റ്റ് വന്നിട്ട് ഇതിന് കുറച്ച് മ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ നിക്സ് ലിപ് ലോഞ്ചറെ ഇൻ ദ ഷെയ്ഡ് സെലക്ഷൻ എടുക്കുകയാണ്. ലിറ്റിൽ ബിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലിപ്പ്, പിന്നെ അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾ ഏത് ലിപ് ഗ്ലോസും യൂസ് ചെയ്യാം. ഞാനിവിടെ നൈക്ക സ്ട്രോബി ടപ്പ് ലിപ് ഗ്ലോസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഗോൾഡനി ലിപ് ഗ്ലോസ് ആണ്. കൂടുതൽ യൂസ് ചെയ്യരുത്. കൂടുതൽ യൂസ് ചെയ്താൽ പിന്നെ ഫുള്ളായിട്ട് ഗോൾഡൻ ആയിട്ട് കാണും ലിപ്സ് ഒക്കെ. പക്ഷെ ജസ്റ്റ് ഡ്രോപ്പ് എ ഡോട്ട് ഓഫ് ഇറ്റ്, ടൈനി ഡോട്ട് ഓഫ് ഇറ്റ് മിഡിൽ ഓഫ് ദ ലിപ്സിൽ ഇട്ടിട്ട് ജസ്റ്റ് ഫിംഗേഴ്സ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി. സോ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഞാൻ ചന്ദനം വെച്ചിട്ടുണ്ട്, പിന്നെ ഐലൈനർ വെച്ച് തന്നെ ഈ പൊട്ടിട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ ദ ജ്വല്ലറി ഞാൻ വെയർ ചെയ്യുന്ന. ഇത് അതിൻ്റെ സെറ്റാണ് ഈ ജുംക്ക. കസവ് സാരി ഞാൻ ഗുരുവായൂരിൽ വാങ്ങിച്ച്. സോ എനിക്ക് ആ ഷോപ്പിൻ്റെ പേരും അഡ്രസ്സൊന്നും അത്ര ഓർമ്മയില്ല. ഈ ജ്വല്ലറി വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച്. ലിങ്ക് വന്നിട്ട് എൻ്റെ പ്രോഡക്ട്സ് ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ സെറ്റാണ്. എന്നെ കൊണ്ട് ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റെ ഹെയർ സ്മൂത്ത് ചെയ്തതാണ് റീസെൻ്റ് ആയിട്ട്. സോ ക്ലിപ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എൻ്റെ ഹെയർ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് വിത്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് സ്മൂത്തിങ്. സോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോയി നോക്കുക, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. So I hope you have enjoyed this video. Enjoy ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ പുതിയതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, സബ്സ്ക്രൈബ് ബട്ടൺ ഹിറ്റ് ചെയ്യൂ. ആൻഡ് ഓൾസോ ആ ബെൽ ഐക്കണും ഹിറ്റ് ചെയ്യൂ. സോ ദാറ്റ് പേപ്പർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളം ട്യൂട്ടോറിയൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ റിക്വസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഒന്ന്
നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Until then, take care. Bye.